മലാക്കെ താൻ എന്നെ ഇനി എത്ര തവണ കടന്ന് വിളിച്ചാലും എനിക്ക് തന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. തനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അത് കിട്ടണമെങ്കിൽ താൻ ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ തനിക്കൊരു വിചാരമുണ്ട്, ഞാൻ തൻ്റെ കോൾ കൊടുക്കാതെ തന്നെ പേടിച്ച് ഈ ബോട്ടിനകത്തൊന്ന് ഒളിച്ചിരിക്കണമെന്ന്. എന്നാൽ അതല്ല, ഇത് എൻ്റെ ഏരിയയാണ്. എനിക്കിവിടെ വേറെയും കളികളുണ്ട്. തൻ്റെ ഡീല് മാത്രമല്ല എൻ്റെ തലയ്ക്കകത്ത്. താൻ അതൊന്നും മനസ്സിലാക്കി ഇയാളുടെ പറച്ചിലോട്ടൊന്നും ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം ഞാൻ ഈ ബിരിയാണിക്കകത്ത് പൂർത്തി വെച്ചേക്കണേണെന്ന്. പക്ഷെ തനിക്ക് ആ സാധനം തരാമെന്ന് പറഞ്ഞ് വാക്കും പറഞ്ഞ് ഞാൻ അഡ്വാൻസ് മേടിച്ചു. എനിക്ക് ആ സാധനം തരാൻ പറ്റിയില്ല, അതെൻ്റെ തെറ്റ്. ഒരു കാര്യം ചെയ്യാം, അഡ്വാൻസ് തന്ന തുകയുടെ ഇരട്ടി ഞാൻ അങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് തരാം. തൻ്റെ കയ്യിൽ ആ സാധനം വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് താനെങ്കിൽ തിരിച്ചു തന്നാൽ മതി. എന്തേ? എനിക്കത് കിട്ടിയേ പറ്റൂ മാത്യു സാർ. ആ വാളോ എൻ്റെ ആശാൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. എന്നാൽ തമാശ അല്ലാത്തൊരു കാര്യം ഞാൻ അങ്ങാട് പറയട്ടെ. ഇനി ഇവിടെ കിടന്ന് രണ്ടുകൂടെ ബോട്ടിൽ ഷോ മാച്ച് കാണിച്ചാൽ ഞാൻ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ പിള്ളേരെല്ലാം കൂടെ ബോട്ടിനകത്ത് കയറി അങ്ങ് പൊതിയും. പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കും ഞാനൊരു മെഴുതിൽ എത്തിക്കേണ്ടി വരും. പടിയായിക്കോ. അയാൾക്ക് കാര്യം പറഞ്ഞ മനസ്സിലായി. ഇനി തനിക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണതാണ്, തനിക്ക് ആ സാധനം തന്നില്ല. അതും കൊണ്ട് ഞാൻ പോവും. ആണോ? ഞാൻ ആ സാധനം ഇപ്പം എടുത്തോണ്ട് വരാം. ഇതെന്താണ്? ആപ്പിള്. ഓ, ഈ കണ്ണി കുറച്ച് തിളക്കം കാണും. ഇത് സാധാരണ ആപ്പിൾ. തനിക്ക് എന്താണ് വേണ്ടത്? ഉൽക്ക. മനസ്സ് വിചാരിക്കുക. ആബ്രാ. തനിക്ക് വേണ്ട ഉൽക്കയായ? ഇല്ലല്ല. അതാ ഞാൻ പറയാം, എനിക്ക് മാജിക്കൊന്നും അറിയാൻ പാടില്ല. വേണമെങ്കിൽ ഈ ആപ്പിൾ നിന്നിട്ട് പോകാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാനെന്തിനാണ് എൻ്റെ ആപ്പിൾ തനിക്ക് തരണത്? വിട്ടുവോ.